നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കലാമണ്ഡലം ഗോപി ആശാനെ കണ്ടിരിക്കും. CPM-നെ വെല്ലുവിളിച്ച് സുരേഷ് ഗോപി. തൃശൂരിൽ ഗോപി ആശാന്റെ പേരിൽ പോര് തുടങ്ങി BJP-യും CPM-ഉം. സോഷ്യൽ മീഡിയയിലും പൊതുമധ്യത്തിലും വെല്ലുവിളി, തമ്മിൽ തല്ല്. കലാമണ്ഡലം ഗോപിയുടെ അനുഗ്രഹം തേടാൻ സുരേഷ് ഗോപി വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നതായി പ്രശസ്ത ഡോക്ടർ വിളിച്ചു പറഞ്ഞുവെന്നും വരേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ചോദിച്ചുവെന്നും ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതോടെയാണ് വിവാദം ഉയർക്കുന്നത്. ഇടത് ഗ്രൂപ്പുകൾ ഇത് ആഘോഷമാക്കി. ഗോപി ആശാൻ ആലത്തൂരിലെ സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി വിശദീകരണവുമായി ഇറങ്ങിയത്. ലൂർദ് മാതാവിന്റെ കിരീടത്തിന് പിന്നാലെ CPM സൈബർ ഗ്രൂപ്പുകൾക്ക് വീണുകിട്ടിയ വജ്രായുധമാണ് ഗോപി ആശാൻ. ഞാൻ പണ്ടത്തെ SFI-കാരനാണെന്ന് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഗോപി ആശാന്റെ ചായ് വിടതിലേക്കാണെന്ന് അറിഞ്ഞിട്ടാണോ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതെന്നാണ് ആക്ഷേപം വരുന്നത്. ഞാൻ പണ്ടത്തെ SFI-കാരൻ, അത് MA ബേബിയോട് ചോദിച്ചാൽ മതിയെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഇതിനു മുൻപും SFI ബന്ധം അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് BJP പാളയത്തിൽ നിന്നുകൊണ്ട് SFI-യുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇടയ്ക്കിടെ സുരേഷ് ഗോപി പറയുന്നത്? BJP-ക്ക് കേരളത്തിൽ വേരുറയ്ക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ അടവുകൾ മാറ്റിച്ചവിട്ടുകയാണ് സുരേഷ് ഗോപി. എന്തായാലും തൃശൂരിൽ തീ പാറുമെന്ന് ഏതാണ്ട് ഉറപ്പായി. കലാമണ്ഡലം ഗോപിയെ കാണാൻ ഇനിയും ശ്രമിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ വെല്ലുവിളി. തെരഞ്ഞെടുപ്പ് അല്ലാത്തപ്പോഴും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടെന്നും ഇതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് ഇഷ്ടമല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. K. മുരളീധരന്റെ ബന്ധുവീട്ടിൽ എത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം. അദ്ദേഹത്തിന് വൈമുഖ്യമൊന്നുമില്ലെങ്കിൽ, ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും. അതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് ഇഷ്ടമല്ല. തിരഞ്ഞെടുപ്പ് അല്ലാത്തപ്പോഴും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട്. സന്ദർശനത്തിന് സമ്മതമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പോകും, ഇല്ലെങ്കിൽ ഞാൻ ആ സമർപ്പണം ചെയ്യും. ഗുരുവായൂരപ്പന്റെ ദീപസ്തംഭത്തിന് മുൻപിൽ വെച്ചിരിക്കുന്ന പെട്ടിക്ക് മുകളിൽ അദ്ദേഹത്തിനുള്ള മുണ്ടും നേരിയതും വെറ്റിലപ്പാക്ക് അടക്കം ഗുരുദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കും. ഗോപി ആശാനുള്ള ദക്ഷിണയാണെന്ന് പറഞ്ഞു വെച്ചിട്ട് പോകും, സുരേഷ് ഗോപി പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് വോട്ട് തേടി പ്രശാന്ത് വന്നിട്ടില്ലേ? BJP-യിൽ ചേർന്നതിന് ശേഷമാണ് എല്ലാവരും വന്ന എല്ലാവരെയും സ്വീകരിച്ചിട്ടുമുണ്ട്. തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മുരളിച്ചേട്ടനും വന്നിട്ടുണ്ട്. അത് അവഗണനയായി എടുക്കുന്നില്ല. രാഷ്ട്രീയ ബാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നോടുള്ള അവഗണനയല്ല. എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തിനോട് പോയി ചോദിക്കൂ. ആ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതവരുടെ രാഷ്ട്രീയ ബാധ്യത മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ ഒരു പഴയ SFI-കാരനാണ് എന്ന് ആവർത്തിച്ച സുരേഷ് ഗോപി MA ബേബിയോട് ചോദിച്ചാൽ അക്കാര്യം അറിയാമെന്നും പറഞ്ഞു. MA ബേബിയുടെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. K. കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ സഹോദരി സത്യഭാമയുടെ വസതിയിലാണ് സുരേഷ് ഗോപി എത്തിയത്. സന്ദർശനത്തിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നും വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭക്ഷണത്തിന് വിളിച്ചു, വന്നു, കഴിച്ചു, പോകുന്നു. ഇതിനൊരു രാഷ്ട്രീയ മാനം കാണേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. എന്തായാലും ഗോപി ആശാനെ കാണുമെന്നും ദക്ഷിണ കൊടുക്കുമെന്നും സുരേഷ് ഗോപി വെല്ലുവിളിച്ചെത്തിയതോടെ CPM സൈബർ വെട്ടുകിളിക്കൂട്ടം ഇളകിയിട്ടുണ്ട്. വോട്ടിന് വേണ്ടി ഗോപി ആശാനെ വെച്ച് പിടിവലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഗോപി ആശാന് നിന്റെ ഒന്നും പത്മഭൂഷൺ വേണ്ട എന്ന് കമ്മി ഗ്രൂപ്പുകൾ. ആശാന്റെ മകന്റെ പ്രൊഫൈല് കണ്ടാൽ അറിയാം ഇടതിന്റെ കാല് നക്കിയെന്ന് BJP ഗ്രൂപ്പുകൾ. തൃശൂർ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വാക്പോരും തമ്മിലടിയുമാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ തവണയും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് നിന്നുവെങ്കിലും അതുപോലെ അല്ല ഇപ്പോഴത്തെ അവസ്ഥ. അന്ന് ഇത്രത്തോളം ഒരു പോര് നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പോര് മാത്രമല്ല, അതിനപ്പുറത്തേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. സുരേഷ് ഗോപി ഇക്കുറി വലിയ വിവാദങ്ങളിലേക്കാണ് വന്ന് വീണിരിക്കുന്നത്. ലൂർദ് മാതാവിന് കൊടുത്ത കിരീടത്തിൽ തുടങ്ങിയ അടി ഇതുവരെ തീർന്നിട്ടില്ല. ജയിച്ചാൽ മാതാവിന് 10 ലക്ഷത്തിന്റെ കിരീടം കൊടുക്കുമെന്ന് പറഞ്ഞത് അതിലും വലിയ ഏണിയായി. മാതാവിന് വിലയിടുന്നോ ഗോപി എന്നും ചോദിച്ചായി അടുത്ത വിവാദം. കൈവച്ചിടത്തെല്ലാം സുരേഷ് ഗോപിക്ക് പൊള്ളി. കേന്ദ്ര BJP നേതൃത്വം മുന്നിൽ നിന്നാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ചരടുവലി നടത്തുന്നത്. ഇക്കുറി എങ്ങനെയും തൃശൂർ എടുക്കണമെന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. BJP സംസ്ഥാന നേതൃത്വത്തിൽ പലരും സുരേഷ് ഗോപിയുടെ കാല് വാരാൻ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് മറ്റു വിവാദങ്ങളും പൊങ്ങി വരുന്നത്. ഗോപി ആശാനുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ തുടക്കം അദ്ദേഹത്തിന്റെ മകനിട്ട പോസ്റ്റാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പത്മഭൂഷൺ ആശാന് കിട്ടണ്ടേ എന്നാണ്. അപ്പോൾ ഇവരുടെ വരുതിയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പത്മഭൂഷൺ പോലുള്ള അവാർഡുകൾ കൊടുക്കുകയുള്ളോ എന്ന ചോദ്യം ഉയർന്നു വന്നു.
ഇതോടെ ഇടത് സൈബർ ഗ്രൂപ്പുകൾ ഗോപിയാശാനെ BGM ഇട്ടിറക്കിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പത്മഭൂഷൺ വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി മറുപടി നൽകിയെന്നും ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് മനസ്സിലാക്കണമെന്നുമായിരുന്നു രഘുവിൻ്റെ കുറിപ്പിൻ്റെ തുടക്കം. വ്യാപകമായി ഇത് ചർച്ചയായപ്പോൾ പോസ്റ്റ് രഘു പിന്നീട് പിൻവലിച്ചിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പേരാമംഗലത്താണ് കലാമണ്ഡലം ഗോപിയാശാന്റെ വീട്. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പിന്നീട് സുരേഷ് ഗോപി പ്രതികരിച്ചു. പാർട്ടിയും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അറിവോടെയാണോ എന്നറിയില്ല. അദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ്. മണ്ഡലത്തിൽ ആരെയൊക്കെ കാണണമെന്ന് പട്ടിക തയ്യാറാക്കിയിരുന്നത് പാർട്ടിയാണ്. ഗോപിയാശാനെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം അനുവദിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിൽ സങ്കല്പിച്ച് അദ്ദേഹത്തിനുള്ള ഗുരുദക്ഷിണ ഗുരുക്കന്മാരുടെ ഗുരുവായ ഗുരുവായൂരപ്പന് മുൻപിൽ സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്തായാലും വോട്ട് കിട്ടാനും അധികാരം പിടിക്കാനും വേണ്ടി അങ്ങേയറ്റത്തെ തറവേലകളാണ് ഇരു കൂട്ടരും കാണിച്ചു കൂട്ടുന്നത്. തമ്മിലടി മാത്രമല്ല, അതിനപ്പുറത്തേക്കും കടന്നുള്ള വിവാദങ്ങളാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.